ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഷാർജ എയർപോർട്ടിലാണ്. ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ചെറിയൊരു സന്തോഷത്തിലൊക്കെയാണ് ഞാൻ. ഇന്ന് മൊത്തം ബിസി ആയതുകൊണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വിഷ്വലൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടെ തൊട്ടിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരും സർപ്രൈസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളിടും. ഞാൻ വരുന്നത് വേറെ ആൾക്കും അറിയാൻ പാടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒരു എമർജൻസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ നാട്ടിൽ പോകുന്നത്. സോ ഞാൻ അവിടെ പോയിട്ടുള്ള ബാക്കി വിഷ്വലും നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് പോയി നോക്കാം. കുഞ്ഞു വരാത്തതിൽ കുഞ്ഞുക്ക് വിഷമമുണ്ടാ, സങ്കടമുണ്ടാ? കുഞ്ഞുണ്ട്, ഇത്താത്തയുണ്ട്, ആച്ചിയുമുണ്ട്. എന്നെ യാത്രയൊക്കെ വന്നിരിക്കുകയാണ്. കുഞ്ഞുക്ക് അറിയാലെന്നൊക്കെയാ പറഞ്ഞത് അല്ലേ? എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് റോഡ് ചുറ്റുന്ന ആച്ചി, നേതൃത്വം നൽകുന്ന ഇത്താത്ത. നമ്മുടെ നേതാർക്കായാണ് നമുക്ക് വേണ്ടിയിട്ട് റാപ്പിങ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയേക്കുന്നത്. ഞാനും കുഞ്ഞും കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണല്ലേ സങ്കടമൊന്നും വരാത്ത അയക്കാനത്തെ യാത്ര പറഞ്ഞ ഇത് കേട്ടുവെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് എങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുപോകും അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ചെല്ലുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ പോട്ടെ. ഇനി തല്ലു പിടിക്കാണെന്ന് ഞാൻ ഇല്ല. അയ്യോ, അല്ലെങ്കിൽ കൂടെ തല്ലുപിടിക്കാറില്ലേ? കരച്ചിലൊന്നും വന്നില്ലേ എനിക്ക്? ഞങ്ങൾക്കറിയാണ്ട് ഭയങ്കര വിഷമമാണ്. പോട്ടെ ചേച്ചി. വലിയ നീണ്ട ക്യൂ ആണ് ഗൈസ്. ഇനി ഈ ക്യൂ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ. അങ്ങനെ കുഞ്ഞുമൊക്കെ പോയി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നമ്മൾ ഗേറ്റിലെത്തിയിരിക്കുകയാണ്. ചെക്കിങ് കുറച്ച് കൂടുതൽ ടൈം ഉണ്ടായിരുന്നു. ഈ ഒരു സാധനം ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് പൊട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഹാപ്പി ആവില്ലെന്ന് ഓർത്തിട്ട് ഈ പാക്കറ്റും പിടിച്ചുകൊണ്ടാണ് വന്നത്. സോ അതുകൊണ്ടിട്ട് കുറച്ച് കൂടുതൽ ടൈം നമ്മൾ അവിടെ കിടന്ന് വേർക്കേണ്ടി വന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലെത്തി. ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, ഗേറ്റ് നമ്പർ കയറി. ഇനിയിപ്പോൾ 9:20 കറക്റ്റ് നമ്മളിവിടെ നിന്ന് പോകും. 9 മണിയാകുമ്പോഴത്തേക്കും ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 9:30 ഫ്ലൈറ്റ് പോകും. പിന്നെ നാട്ടിൽ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. Premier flight 422 bound for Cochin. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക്. മുന്നേ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം വന്ന് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും കൂട്ടുകാരെ വിളിക്കണം, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും വിളിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇനി അതും അല്ലെങ്കിൽ ഊബർ ഓടിച്ച് വേണം. ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം കാറിനാണ് പോകാൻ വേണ്ടി പോണത്. സോ മുന്നേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പുറത്ത് പോയി നോക്കാം. ഇനി ഇമിഗ്രേഷൻ ഉണ്ട്. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഒരു ഫോം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ എബോള വ്യാപകമായിട്ടുള്ളത് കൊണ്ടിട്ട് ഒരു ഫോം തന്നിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ ഏൽപ്പിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. ലെറ്റ്സ് സീ. ഇങ്ങനെ നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ അടിയിലേക്ക് പോവുകയാണ്. ഒരു വല്ലാത്ത എമിഗ്രേഷൻ ചെക്കിങ് ആയിപ്പോയി. കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറേ പാടുപെട്ടു. കാരണം ഈ എബോള വ്യാപകമായിട്ട് ഇരിക്കുന്നത് കൊണ്ടിട്ട് അതിൻ്റെ ഒരു ഫോം ഉണ്ടായിരുന്നു. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഇറങ്ങാനായിട്ട് ആ ഒരു വലിയ ക്യൂ. നിങ്ങൾ ആ ക്യൂ കണ്ടിട്ടില്ലെങ്കിൽ അവൻ ക്യൂ ഒന്ന് കണ്ടുവാ. അതെല്ലാം ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ 3 മണിക്ക് വന്ന ഞാൻ 4:20 പുറത്തെത്തിയപ്പോൾ. സോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കൊച്ചി എയർപോർട്ടിലേക്ക് ഒന്ന് ഇറങ്ങുന്ന ആൾക്കാർ. അങ്ങനെ ലഗേജൊക്കെ കിട്ടി. നമ്മളിനി നേരെ പുറത്തേക്ക്. നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി പുറത്തെത്തി. മുന്നേ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിക്ക് നേരെ ഇനി വീട്ടിലേക്ക്.
അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞത് എയർപോർട്ടിൻ്റെ പുറത്തെത്തി. മുന്നേ വന്നിട്ടില്ല, മുന്നേ ഇപ്പം എത്തും. ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പം അങ്ങോട്ട് വന്നത്. ഭയങ്കര പോസ്റ്റായിരുന്നു അകത്ത്. ഇപ്പം അതെല്ലാം കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് എത്തിയതേ ഉള്ളൂ. സോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പതുക്കെ പതുക്കെ കാണിക്കാം. ഞാനത് മുന്നേ എത്തിയിരിക്കുകയാണ് മുന്നേ. പിന്നെ ഞാൻ വണ്ടി എടുക്കല്ലേ. അങ്ങനെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി, വേഗം ഇറങ്ങി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു, പിന്നെ ഭയങ്കര മഴയാണ്. അവിടെ ഒരുപാട് നേരം നമുക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മുടെ സ്വന്തം വണ്ടിയില് പ്രൗഡാണോ പ്രൗഡാണോ പിന്നല്ലാതെ ഭയങ്കര മഴ. നാട്ടിലേക്ക് വന്നിട്ട് ഭയങ്കര മഴ. ഞാൻ ആകെ മിസ് ചെയ്യണത് കുഞ്ഞൂനെയാണ്. കുഞ്ഞൂനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ കുഞ്ഞു ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നമ്മള് ഇവിടെ നിന്ന് നേരെ ഒന്നും കഴിച്ചിട്ടില്ല, ഫ്ലൈറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ പിന്നെ നിങ്ങളോട് പറയാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എബോളയുടെ ഒരു സീൻ ഇപ്പം ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ ഇമിഗ്രേഷൻ, നമ്മൾ റിട്ടേൺ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇമിഗ്രേഷനിൽ നമ്മൾ കയറുമ്പോഴത്തേക്കും നമുക്കൊരു ഫോം തരുവര്. അതായത് ഫ്ലൈറ്റിൽ വെച്ചിട്ട് നമുക്കൊരു ഫോം തരുവര്. ആ ഫോം നമ്മൾ മാക്സിമം അവിടെ നിന്ന് ഫില്ല് ചെയ്തിട്ട് വേഗം ഇറങ്ങാൻ നോക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ പോസ്റ്റ് ആവും. ഒരുപാട് ആൾക്കാർ കുട്ടികളേക്ക് വെച്ചിട്ട് കുറേ നേരം ക്യൂ നിന്നിട്ട് അറ്റത്ത് വന്നിട്ട് അവരെന്തൊക്കെയോ എറർ പറഞ്ഞിട്ട് പിന്നെയും ആദ്യത്ത് നിന്നിട്ട് ആ ക്യൂവിൽ വന്ന് നിന്ന ആൾക്കാരുണ്ട്. സോ അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇപ്പൊ കൊച്ചി എയർപോർട്ടിലാണ് ഞാൻ വന്ന് ലാൻഡ് ചെയ്തത്. ഇവിടുത്തെ സിറ്റുവേഷൻ ആണ്. ഫാസ്ടാഗ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ എന്താണ് വേഗം കയറിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. എന്താണെങ്കിലും നമ്മൾ പോസ്റ്റ് ആവും. അപ്പൊ ഒരുപാട് ആൾക്കാർ അവിടെ ഇപ്പൊ ഇപ്പോഴും നിപ്പുണ്ട് നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാർ. നമ്മൾ പിന്നെ മാറി മാറി ഓരോ ആൾക്കാരോട് സംസാരിച്ച് ചേഞ്ചായി അങ്ങനെ ഇരുന്നുകൊണ്ട് വേഗം വരാൻ വേണ്ടി പറ്റി. അപ്പൊ അത്രയും നേരം നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ലാൻഡ് ചെയ്തത് 3:20 ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് 3 മണിക്ക് ലാൻഡ് ചെയ്തത്. അപ്പൊ നമ്മൾ ഓർത്ത് പൈലറ്റ് ചെത്തി, പൈലറ്റ് സീറ്റിൽ കൊണ്ടുവന്ന് ഇറക്കിയെന്നൊക്കെ. നമ്മൾ റിട്ടേൺ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും 4:35 കഴിഞ്ഞ്. അപ്പൊ പിന്നെ എത്തിയിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. നീ എത്ര ടൈം പോസ്റ്റ് അടിച്ചടാ ഇവിടെ വന്നിട്ട്? 1.25 മണിക്കൂറിന് മേലെ പോസ്റ്റ് അടിച്ചില്ലേ? അത്രയും നേരം പോസ്റ്റ് അടിച്ച് പുറത്തിരുന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു സംഭവം ഉള്ളതാണ്. അപ്പോ ആരെങ്കിലും തന്നെയാണെങ്കിൽ ഇത് അവർക്കൊരു യൂസ്ഫുൾ ആണ് ഒരു വീഡിയോ ആട്ടെന്ന് ഓർത്തിട്ടാണ് അതും കൂടി പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഫുൾ ഓൺ ഇന്ന് നേരെ പോണ തതാന്റെ അടുത്തേക്കാണ്. തതാന്റെ അടുത്ത് പോയി കഴിയുമ്പോഴത്തേക്കും തതനെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഇതുവരെ കുട്ടികളെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് ആദ്യം അവിടെ പോയി പിള്ളേരെയൊക്കെ കണ്ട് തതനെയൊക്കെ കണ്ട് അവിടെ നിന്ന് വേണം നമുക്ക് ഈ വീട്ടിൽ പോകാനായിട്ട്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എക്സൈറ്റ്മെന്റും ഇതുപോലെ സർപ്രൈസ് ആവുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ബിക്കോസ് ഞാൻ പോയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞാനൊരു എമർജൻസി കുറച്ച് കാര്യങ്ങളോട് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ റിട്ടേൺ ഇങ്ങോട്ട് പോകുന്നത്. സോ നമുക്ക് എന്താണെങ്കിലും അവിടെ പോയിട്ട് അവരുടെ റിയാക്ഷൻ ഒക്കെ എന്താന്ന് കാണാം. എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കും. ഓക്കെ, ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് പുറത്തടക്കണ സീൻ കാണണം. ഒന്ന് കാണിച്ചു കൊടുത്താ. എന്ത് നല്ല മഴ. അവിടെ ദുബായില് ഭയങ്കര ചൂടാണ്. ദുബായില് ഇവിടെ ഭയങ്കര മഴ. എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും പൊളിയാണ്. ഇനിയിപ്പോ ഒരുപാട് ആൾക്കാർ നാട്ടിലേക്ക് വരാണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പോ വാറിന്റെയൊക്കെ ഇഷ്യൂ ആയതുകൊണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് ഖത്തറിലൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് റീഷെഡ്യൂൾ ചെയ്തിട്ട് എല്ലാവർക്കും ഓക്കെ ആയെന്ന് തോന്നുന്നു എനിക്ക്. സോ അങ്ങനെയാണെങ്കിൽ നാട്ടിൽ വന്നവര് മഴ മിസ്സാവൂല, കാരണം നല്ല മഴയുണ്ട്. എന്തെങ്കിലും നന്നായിട്ട് കഴിക്കണമല്ലോടാ. എവിടെ നിന്ന് കഴിക്കും? വീട്ടിൽ നിന്ന് കഴിക്കാല്ലേ? വീടിന്റെ അടുത്തേക്ക് പോവാല്ലേ? അവിടെ പോയിട്ട് കഴിക്കാൻ ബാക്കി. ഗൈസ്, അങ്ങനെ നമ്മൾ മുബിയുടെ വീട്ടിലെത്തി. മുബി അറിഞ്ഞിട്ടില്ല, മുബി അടിയിൽ കിടക്കണേണ്. നമ്മൾ അടുക്കള വഴി ഇവൻ തുറന്നു തന്നു. അങ്ങനെ നമ്മൾ അടുക്കള വഴി മുകളിൽ കയറി. അവരെല്ലാവരും കിടന്ന് ഉറങ്ങണയാണ്. സോ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ എണീക്കുമ്പോഴത്തേക്കും നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ഇപ്പം നിലവിൽ ഇവൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇന്നലെ വന്ന് നിൽക്കണേണ്. സോ എന്നെ വിളിക്കാനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും അറിയാൻ പാടില്ല. അവർ ഉറക്കത്തിലായതുകൊണ്ടിട്ട് അവരെ അറിയിക്കാണ്ട് അനങ്ങാണ്ട് ഒന്ന് ശല്യപ്പെടുത്താണ്ടാണ് അങ്ങോട്ട് വന്നത്. സോ ഇനി അവരെന്താണ് എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്നെ കാണുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇന്നലെ ദുബായിലായിരുന്നു, ഇന്നിപ്പോൾ കേരളത്തിൽ, അതും നമ്മുടെ സ്വന്തം ആലുവയിൽ അല്ലേ. ബാക്കി ഇനി കാണുമ്പോൾ നമുക്ക് ഇതാക്കാം. പിള്ളേരൊക്കെ കാണാൻ കൊതിയാവണം, പക്ഷെ എല്ലാവരും കിടന്ന് ഉറങ്ങണേ. ഞാൻ തകർക്കും ഗൈസ്. അമ്മി ഉറങ്ങണേണ് ഗൈസ്, അമ്മി ഉറങ്ങണേണ്. അമ്മിക്ക് വയ്യ, അമ്മി പക്ഷെ കിടന്ന് ഉറങ്ങണേ. നമുക്ക് അമ്മീൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഡോർ ക്ലോസ് ചെയ്തേക്ക്. അമ്മിനു
അമിനു 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 പനിയായിരുന്ന ഉമ്മിക്കറിയാൻ പാടില്ല മുച്ചാൻ വന്നത് പറയണ്ട നമുക്ക് ഉമ്മീനെ സർപ്രൈസ് ചെയ്യാം. ഹൈഷൊക്കെ എവിടെയാണ്? അപ്പുറത്തൊന്നും വേണ്ട എട്ടിപ്പോയാ പെട്ടെന്ന് കണ്ടപ്പോ ആരാന്നും മനസ്സിലായില്ല. നേരൊക്കെ നോക്കിയപ്പോ ഫോണിൽ സർപ്രൈസ് ആയ സർപ്രൈസ് ആയി. പക്ഷേ സർപ്രൈസർ അല്ല, സർപ്രൈസർ അല്ല, ഞങ്ങൾ സർപ്രൈസർ ആവും. അത് സൂപ്പർ ആയില്ലേ? അത് പൊളിച്ചു അല്ലേ? അത് പൊളിച്ച്. പിന്നെ നമുക്ക് ഉമ്മീനെ സർപ്രൈസ് ചെയ്യണം, ഐഷുവിനെ സർപ്രൈസ് ചെയ്യണം, വീട്ടിൽ ഉപ്പാനെ സർപ്രൈസ് ചെയ്യണം. എത്ര പേര് സർപ്രൈസ് ചെയ്യേണ്ടത്? ഇതുപോലെ അമ്മി സർപ്രൈസ് ആയതുപോലെ എല്ലാവരും സർപ്രൈസ് ആയാൽ മതിയായിരുന്നു. അമ്മിനൊക്കെ ഉറക്കമൊന്നും ഇല്ലേ? ഉറങ്ങണമൊന്നും ഇല്ലേ? നീ ഞാൻ വന്നപ്പോ തന്നെ കിടന്നുറങ്ങിയായിരുന്നു. പക്ഷേ എന്താണ് രാത്രി ഉറക്കം വന്നു. എപ്പ എണീറ്റാലും എപ്പ എണീച്ചില്ലെങ്കിലും ഉറക്കം പോയി. അപ്പൊ രാത്രി മാത്രമേ എല്ലാരും ഉറക്കം വരുള്ളൂ അല്ലേ? പകല് ഉറക്കം വരില്ല അല്ലേ? എന്നിട്ട് താൻ എത്ര മണിക്ക് കിടന്നുറങ്ങി? ഞാനൊരു 9:30 കണ്ടു. ആണോ? ഇന്ന് സ്കൂളിൽ പോകണുണ്ടോ? ഇല്ല. ഉമ്മ വിടില്ല? എന്താ വിടാത്ത? എനിക്ക് കള്ളപ്പനിയാണല്ലേ? അല്ല, ഗുളിക ഉണ്ട്. ഗുളിക ഉണ്ടെങ്കിൽ കഴിക്കണം. പനിയാണെങ്കിൽ സ്കൂളിലും പോകരുത്. അങ്ങനെയാണ്. ഞാനായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. എന്താണ് ചിരിക്കുന്നത്? അവൻ സപ്പോർട്ട് ചെയ്യടാ. നമ്മളല്ലേ സപ്പോർട്ട് ചെയ്യാനുള്ളൂ അല്ലേ? ഇന്ന് പഠിക്കാനാണ് പോകണം. എന്തിനാ പഠിക്കാൻ വേണ്ടി അല്ലേ? നാളെ ഉമ്മി പറയുമ്പോ മുച്ചാ പറഞ്ഞാണെന്ന് പറയരുത് കേട്ടാ. ഒറ്റ കേക്കണം. അത് പൊളിച്ചു അല്ലേ? അതെ 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 അതെ. ഉറക്കപ്പിച്ച് പോയിട്ടില്ലേ അവന്റെ? പുറത്ത് നല്ല മഴയാണ്, അത്ര അറിയാനുണ്ടാ? പോലെ ഉറങ്ങിയ? ശരിക്കും തത്ത ഉറക്കത്തില്ല, ഞാൻ ദുബായിലാണ്. അങ്ങനെ രണ്ടാമത്താണ് സെറ്റായിട്ട്. ഓക്കെ, ഐഷു എണീറ്റ്. ഐഷു വരട്ടെ. ഐഷു ഐഷു ഇതാരാ? ഐഷു 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 നോക്കിയേ നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ, ഓഡിയൻസിനെ നോക്കിയേ. ശരിക്കും ഐഷു സ്വപ്നത്തിലാണ് കേട്ടാ. കേട്ടാ ഒരു മാറ്റേ ഒരു മാറ്റേ. ഉറങ്ങണേടാ. സ്കൂളിൽ പോണ്ടേ? ചൂളിൽ പോണ്ടേ? എന്തെങ്കിലും ഒന്ന് പറ. ചൂളിൽ പോണ്ടേ? ക്യൂട്ടേക്ക് ക്യൂട്ടേക്ക് ഇങ്ങനെയൊക്കെ ക്യൂട്ടി. അങ്ങനല്ല, ഇങ്ങനെ ഓക്കെ. അങ്ങനെ. ഓ, ഇപ്പോഴാണ് ഇതാണല്ലോ സിഗ്നല്. ഒരു മാട്ടി അങ്ങനെ ആദ്യമായിട്ട് എന്റെ പിള്ളേരെ ഞാൻ കാണുന്നു. കൊണ്ടുപോടാ കൊണ്ടുപോടാ. അങ്ങനെ തിരിച്ചിരിക്കും. മാമച്ചി മാമച്ചിനെ കണ്ടിട്ടുണ്ടോ പൊന്നി?
കണ്ടിട്ടുണ്ടോ പൊന്നു ഈ മാമച്ചീനെ? നോക്കിയേ നോക്കി. മുഖം ഫുള്ളായിട്ട് കണ്ടേ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഈ പിള്ളേരെ കാണുന്നത് നേരിട്ട്. നിന്റെ സഹോദരൻ എന്തിയെ? സഹോദരൻ ഇരട്ട സഹോദരൻ എന്തിയെ? കാക്ക എന്തി? മാമാച്ചിനെ നോക്കടാ. എൻ്റെ പിള്ളേരോട് കളിക്കട്ടെ കുറച്ചു നേരം, എന്നിട്ട് വരാം. ബൈ ബൈ പറ. ബൈ 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 ബൈ. പുള്ളക്ക് ജലദോഷമാണോ? ജലദോഷം വരണ്ട. എങ്ങനെ ജലദോഷം വന്നെ? ഒന്നുകൂടി കാണിച്ച്. ഇങ്ങനെയാണല്ലേ ജലദോഷം വന്നത്? അത് ശരിക്കും ജലദോഷം. അപ്പം സ്കൂളിൽ പോകണില്ലേ? ജലദോഷം വേണ്ടി ലീവാണേ ഇന്ന്? ജലദോഷത്തിൻ്റെ ലീവാണോ? നല്ല മഴയുണ്ടല്ലേ? ഇനി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പനി പിടിക്കും അല്ലേ? നീ ബസ്സിന് പേടിഞ്ഞു പോണത്. സന്തോഷമായ സന്തോഷമായ? പല്ലൊന്നും തേക്കണില്ലേ? പിന്നെ രാത്രിയാണ് ഇപ്പൊ. ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. മുന്നകത്തേക്ക് കയറിയിട്ടുണ്ട്. ഉമ്മ നാസ്ത കഴിക്കണേണ്. സോ നമുക്ക് ചെന്ന് നോക്കാം. അറിയാൻ പാടില്ല സർപ്രൈസ് ആവുമെന്ന്. പോയി നോക്കാം. ഉമ്മാകത്തുണ്ട്. അങ്ങനെ നമ്മൾ ഉമ്മച്ചിനെയൊക്കെ കണ്ട് ജുമ ഉണ്ടായിരുന്നു. സോ വേഗം പോയി ഫ്രഷായി ജുമാക്കൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കണേയിരുന്നു. നല്ല ടയേർഡായിരുന്നു. ബിക്കോസ് 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫുള്ള് ടയേർഡ് ഉണ്ടായിരുന്നു. എന്നിട്ടും മര്യാദക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല ജുമ ഉള്ളതുകൊണ്ട്. ഇത്തിരി നേരം ഒന്ന് കിടന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് സിനാപ്പനെയും പാത്തനെയും വിളിക്കാനായിട്ട് സ്കൂളിൽ പോകണം. അവരവിടെ വെച്ചിട്ടാണ് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഉമ്മച്ചിനായിട്ടാണ് പോകുന്നത്. ഓൾറെഡി തത്ത വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പളിന്. സോ നമുക്ക് അവിടെ പോയിട്ട് അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങും വീട്ടിൽ നിന്ന്. 3:45 അവരെ സ്കൂളിൽ നിന്ന് വിടുന്നത്. സോ നമ്മളത് പറഞ്ഞ് 2:45 ആക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, സ്കൂൾ ബസ്സാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ചെല്ലാം. വിളിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ഫ്രൈഡേ ദിവസങ്ങളിൽ നമുക്ക് 2:45 അവിടെ അലോഡല്ല. പക്ഷേ നമ്മൾ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 2:45 ആക്കിയിട്ടുണ്ട്. സോ ഞാൻ എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞാനും ഉമ്മച്ചിയും വണ്ടി കയറിയിരിക്കുന്നു. പിന്നെ നമ്മൾ സിനാപ്പനെ അമീനെയും വിളിക്കാൻ വേണ്ടി പോകുന്നു. സിനാപ്പനെ അമീനല്ല, സിനാപ്പനെയും പാത്തുവിനെയും വിളിക്കാൻ പോകുന്നു. സോറി. അപ്പോൾ ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിരിക്കുന്നു. ഉമ്മച്ചി അകത്തുണ്ട്, ഓഫീസിലുണ്ട്. സോ വെയിറ്റ് ചെയ്യാനാണ്. ഞാൻ പോയി അവിടെ എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗാർഡിയനാണ് കൊണ്ടുപോകണമെന്നുള്ള രീതിയിൽ സെറ്റാക്കി ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പിള്ളേർ ഇങ്ങോട്ടേക്ക് വരണം. വെയിറ്റ് ചെയ്യണേണ്. പിള്ളങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാനായിട്ടേ വല്ലാത്ത ഒരു ഇത്. എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇത് വന്നില്ല. ബെല്ലൊക്കെ അടിച്ചിട്ട് കുറേ നേരമായി, എത്തുന്നില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഉമ്മച്ച അവിടെ തന്നെ ഇരിക്കണേണ്. പിള്ളേർ വന്നു കഴിയുമ്പോൾ എന്നെ ബാക്കിൽ കൂടി കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം. പാത്തു എത്തിയിട്ടുണ്ട് അവിടെ. പാത്തുവിനെ നമുക്ക് കണ്ണാടി കൂടി കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ബാക്കിലൊരു നിങ്ങൾക്ക് കറക്റ്റ് കാണില്ല മഴ ഇതായത് കൊണ്ടിട്ട്. പാത്തു അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ സിനാപ്പൻ എത്തിയിട്ടില്ല. സിനാപ്പനും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇതാക്കാൻ വേണ്ടി പറ്റും. പാത്തു ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. പാത്തുക്ക് എന്തോ ഒരു ഡൗട്ട് കിട്ടിയിട്ടുണ്ട്. സിനാപ്പനും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കും. ഞാൻ സീറ്റൊക്കെ താത്തിയിട്ടിട്ടിരിക്കുന്നതാണ്. അവള് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനാണെന്ന് അറിയാൻ പാടില്ലെന്ന് തോന്നണം. മുന്നേ ആണെന്ന് ഓർത്തിരിക്കുന്നതാണ്. സോ അവൾ വരുമ്പോൾ നോക്കാം. മഴയുള്ളത് കൊണ്ടിട്ട് കറക്റ്റായിട്ട് ബാക്ക് ചെയ്ത് ക്ലിയർ ആയിട്ട് കാണില്ല. ക്ലിയർ ഗ്ലാസ് ആയിട്ട് കാണില്ല. സിനാപ്പൻ ചിലപ്പോൾ ഡൗട്ട് അടിക്കും. ഫുൾ ഇതാണ് മഴ ചെയ്തുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് ഇറക്കിയിട്ട് അവർക്ക് വേഗം കയറാൻ. വേഗം വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർ റിയാക്ഷൻ അറിയായിരുന്നു. പാത്ത് വന്നിട്ട് കുറേ നേരം ഈ ചെറുക്കം വന്നില്ലെന്നേ. എന്തോരം നേരം ഞാൻ വെയിറ്റ് ചെയ്യണത്. അവിടെ എഴുതി കൊടുത്തിട്ട് ഇതാക്കിയതാണ്.
ഇപ്പൊ ആന്റി വിളിക്കും എന്ന് പറഞ്ഞിട്ട് എവിടെ 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 ആന്റി? സിനാപ്പൻ പാത്തുപോയി സിനാപ്പനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പൊ പിള്ളേർ ഇങ്ങോട്ട് വരും. വെയിറ്റ് ചെയ്യാം, അവർക്കറിയാൻ പാടില്ല. ഇത് ബാക്കിലുണ്ട്, ഇതേണ്ട ഇല്ല എനിക്ക്. സിനാപ്പനായിരിക്കും ആദ്യം വരുന്നത്. ആ സിനാപ്പൻ തന്നെ. നമുക്ക് പോവാ, കേറ്. എന്താ സിനാപ്പ? ശരിക്കും ഉച്ചാവ ദുബായിലാണ്. സന്തോഷായ? സന്തോഷം. ഞാൻ വിചാരിച്ചു അത് പൊളിച്ചു അല്ലേ? അല്ല അത് പൊളിച്ചു അല്ലേ? എന്നാ പറ, പൊളിച്ചു എന്ന് പറ. പാത്തു സർപ്രൈസ് ആയാ? ആ, ഇനി ആരെ സർപ്രൈസ് ആക്കണ്ടേ നമുക്ക്? ഉപ്പാന എങ്ങനെ സർപ്രൈസ് ആക്കണ്ടേ? ആ ഓ, ഉപ്പാണ്ട് സർപ്രൈസ് ആയിക്കോളും. അത് കൊള്ളാം, അത് കലക്കൻ നമ്പറാണത്. നമ്മള് ഐറാനെ കാണാൻ വേണ്ടി അളിയന്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. ഐറ അകത്തുണ്ടെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയാൻ പാടില്ല. നോക്കി നോക്കാം. ഹൈറൈത്തി എന്തായി? നമ്മുടെ കുഞ്ഞുമോളെ വന്നില്ല, കുഞ്ഞു വന്നില്ല. നമ്മളിന്ന് കുഞ്ഞുവിൻ്റെ വീട്ടിലേക്ക് പോകണേണ്. അവിടെ വാപ്പായും ഉമ്മായും ഉണ്ട്. നമുക്ക് അവർ രണ്ടുപേരെ ഇപ്പം തന്നെ കാണാം. അവർ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല, ബിക്കോസ് ഞാൻ വന്നത് എന്താണെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നണം. നമുക്കതാണെങ്കിൽ നോക്കാം. കാറൊക്കെ ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെന്നിട്ട് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നല്ല രസമല്ലേ ആകാശമൊക്കെ, മൊത്തത്തിൽ ബ്ലൂ കളർ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞാനെത്തി. കുഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മീനെ കാണിക്കണം. നമ്മൾ ഇന്നലാൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. റെമീനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പുറത്ത് നല്ല മഴ, അതുകൊണ്ട് നമുക്ക് പോസ്റ്റായി. ഇപ്പം റെമി വരും. നമ്മളിവിടെ അനങ്ങാണ്ടിരിക്കുന്നതാണ്. നമുക്ക് അവരെല്ലാവരുടെയും എക്സ്പ്രഷൻ നോക്കാം. ചിലപ്പോൾ പൊളിയും, എന്നാലും കുഴപ്പമില്ല. ലൈറ്റ് ഓഫ് ആക്കട്ടെ. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കണേ. വാപ്പിച്ച് ഉമ്മച്ചിക്ക ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി, നമ്മുടെ റൂമിലെത്തി. ഇപ്പോഴാണ് സമാധാനമായിട്ടൊന്ന് ഇരിക്കുന്നത്. ഇതുവരെയും ഭയങ്കര സന്തോഷവും
എന്താ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. ഓരോ ആൾക്കാരെ കാണാൻ വേണ്ടി പോകുമ്പോഴും അവരുടെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും അവർ ഹാപ്പി ആയിട്ടുള്ള ആ ഫേസസും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഞാനിങ്ങനെ അത് ഓർത്തോണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര സന്തോഷം, അത്ര തന്നെ. ഇത് ഭയങ്കര നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഭയങ്കര ആ ഒരു അടിപൊളിയായിട്ടുള്ള ആ മൊമെൻറ്റ്സ് മാത്രമായിരിക്കും ഞാൻ ക്യാപ്ചർ ചെയ്തത് നിങ്ങളിലേക്ക് എത്തിക്കുക. ഇത് നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ്, അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ ഇനി വരുന്ന വ്ളോഗുകളിലേക്ക് അത് നമ്മൾ മാറ്റി കൊണ്ടുവരാനാണ് എൻ്റെ ആഗ്രഹം. സോ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എനിക്കുണ്ടാകണം. സപ്പോർട്ട് മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും ഉണ്ടാകണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നമ്മുടെ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നുള്ള ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. ഇന്ന് ഭയങ്കര സുഖമായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.